ഹായ് ഹലോ, ഇപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു നടന്നത്. ഇത് ആദർശന് വലിയൊരു അപകടം സംഭവിച്ചു. ആദർശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയും ശങ്കറും എല്ലാവരും കുടുംബവും എല്ലാവരും ഒരുപോലെയാണ് പോരാടിയത്. അങ്ങനെ ആദർശ് കുറേശ്ശെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ ആദർശനെ കൊല്ലാൻ വേണ്ടിയിട്ട് ധ്രുവനും കൂട്ടാളികളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗൗരിയും ശങ്കറും ഒപ്പമുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഭയങ്കര ഒരു വഴക്കും അടിയും പിടിയൊക്കെ ആയിരുന്നു നമ്മുടെ ചാരങ്കാട്ടും എല്ലാവരും നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഗൗരിക്ക് ഉറപ്പാണ്. പക്ഷെ അത് തെളിയിച്ചാൽ മാത്രമേ ശങ്കറിനെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശന് ഒരു അപകടം സംഭവിച്ചത്. അപ്പോൾ ആദർശന്റെ ഈ ഒരു അപകടത്തിൽ ഉറപ്പായിട്ടും ധ്രുവനാണ് എന്ന് ഗൗരിക്ക് അത്രയ്ക്കും ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷെ ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശങ്കറും ഗൗരിയും രഞ്ജിനിയുടെ വീട്ടിൽ പോയത്. അങ്ങനെ അവിടെ ഒരു താക്കീതൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ പക്ഷെ ശങ്കർ ഇതുവരെ ധ്രുവന്റെ പേര് കേൾക്കുമ്പോൾ ശങ്കർ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കലും ധ്രുവൻ ജീവിച്ചിരിപ്പില്ല, നീ അത് മനസ്സിലാക്കുക ഗൗരി, നിന്റെ സംശയങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കർ ശ്രമിക്കുന്നത്. എന്തായാലും ശിവരഞ്ജന് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഗൗരിക്ക് നല്ല സംശയമുണ്ട്, ഗൗരിക്ക് ഒരു ഉറപ്പുമില്ല. അങ്ങനെ അതിന്റെ പേരിൽ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നും ആദർശ തിരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. പക്ഷേ ഇതുവരെ ശങ്കർ ഒളിപ്പിച്ചു വെച്ച ആ ഒരു രഹസ്യം, അതായത് ശങ്കർ പുതിയൊരു ജോലിക്ക് പോയി, ആ ഒരു കാര്യങ്ങളൊന്നും ഗൗരി ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു കാര്യം അറിയാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ഗംഗയായിട്ട് ഗൗരിക്ക് ആ ഒരു രാവിലെ തന്നെ അമ്പലത്തിൽ കൊണ്ടുവരികയും ശങ്കർ പാട്ടുപാടി ആ ഒരു അമ്പലത്തിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ച ഗൗരിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിക്ക് ഒരുപാട് സന്തോഷമായി. സന്തോഷം മാത്രമല്ല സങ്കടമായി. എന്തായാലും ഇനി ഗൗരിയുടെയും ശങ്കറിന്റെയും പ്രണയ നിമിഷങ്ങളും കൂടിയാണ് ഈ ഒരാഴ്ച. എന്തായാലും ഇതുവരെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് നടന്ന ഗൗരിയുടെയും ശങ്കറിന്റെയും പ്രണയം, അത് മാത്രമല്ല വേണിയുടെയും ആദർശിന്റെയും കൂടി അവരുടെ സന്തോഷ ജീവിതമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതുവരെ വേണിയും ആദർശും ആദ്യം വഴക്കും അടിയും പിടിയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ ഒരുമിച്ച് വന്ന സമയത്ത് ചെറിയ തർക്കങ്ങളും വഴക്കുകളായി. വീണ്ടും അവർ ഒന്നിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് ശിവരഞ്ജനി കയറി വരുന്നത്. അതോടുകൂടി അവരുടെ ആ ഒരു സന്തോഷം അതോടെ തകർന്നു. പിന്നെയും വേണി സത്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ശിവരഞ്ജനി എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുമോ അന്നേ നമുക്ക് സന്തോഷത്തോടെയുള്ള ജീവിതം ഉണ്ടാകൂ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആദർശന് ഒരു അപകടവും സംഭവിച്ചു. അങ്ങനെ അപകടമൊക്കെ കഴിഞ്ഞ് ഇനി ആദർശിന്റെയും വേണിയുടെയും ആ ഒരു പ്രണയമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു ഗൗരിയുടെയും ശങ്കറിന്റെയും ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കമലേട്ടത്തി മാത്രമാണ് തന്റെ ജീവിതം നഷ്ടപ്പെടാനായിട്ടുള്ള ആ ഒരു ഡിവോഴ്സ് ആ ഒരു ഘട്ടത്തിൽ നിന്നത്. എന്നാൽ ഇനി ഈ ഒരാഴ്ച നമ്മുടെ കമലേട്ടത്തിയുടെ ഒരു 2.0 കമലേട്ടത്തി എന്ന് പറയുമ്പോൾ നമ്മളെ കമലേട്ടത്തിയുടെ ഒരു പുതിയ വെർഷനാണ് ഇനി കാണാൻ പോകുന്നത്. ഇതുവരെ എന്ത് കണ്ടാലും ഭയന്ന് വിറച്ച് ഒരാളുടെ മുന്നിലും തൻ്റെ ഇടത്തോടെ ഒരു കാര്യവും പറയാൻ കൂട്ടാക്കാത്ത, എന്ത് പറഞ്ഞാലും അടിച്ചമർത്തി നല്ല എപ്പോഴും കരച്ചിലും സങ്കടമായിട്ട് നടന്ന നമ്മുടെ കമലേട്ടത്തിയുടെ ഒരു പുതിയൊരു മാറ്റമാണ് ഈ ഒരാഴ്ചയിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ കമലേട്ടത്തിയുടെ മുന്നിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ച രാധാമണിയെയും വേലക്കാരിയൊക്കെ ചുരുട്ടി മടക്കിയെടുത്ത് എറിയുന്ന നമ്മളെ കമലേട്ടത്തെയും ശേഖരൻ കമലേട്ടത്തെ കുറ്റം പറയുകയും കമലേട്ടത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുകയും കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുകയും അത് കഴിഞ്ഞിട്ട് ശേഖരനെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്ന നമ്മളെ കമലേട്ടത്തെയും, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാധാമണി തങ്കച്ചി കമലേട്ടത്തിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും കമലേട്ടത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കത്തി കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അവിടെ നിന്ന് അതുപോലെ തന്നെ ശേഖരനെ പോലെ തന്നെ വിരട്ടി ഓടിക്കുകയും ചെയ്യുകയാണ്. അത് മാത്രമല്ല ശേഖരന്റെ കളികളെ ഇറക്കിയപ്പോൾ ശേഖരന്റെ കഴുത്തിൽ കത്തി വെച്ച് പോലും ഭീഷണിപ്പെടുത്തി നമ്മൾ കമലേട്ടത്തെയാണ് ഇനി കാണാൻ പോകുന്നത്. എന്തായാലും ഈ ഒരാഴ്ച വലിയ ട്വിസ്റ്റുകളാണ് നമ്മുടെ ഗൗരിശങ്കരത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതോടുകൂടി എല്ലാവരുടെയും ജീവിതങ്ങൾ മാറിമറിയും. അത് മാത്രമല്ല പലരുടെയും ജീവിതങ്ങൾ താറുമാറാകുകയും ചെയ്യും. പല രഹസ്യങ്ങളും പല സത്യങ്ങളും ഒക്കെ വെളിച്ചത്താകാനും പല രഹസ്യങ്ങൾ ചുരുളഴിയാനും ഉള്ള ദിവസങ്ങൾ കൂടിയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.